ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അവിലും മുട്ടയും ചേർത്ത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ നല്ല കിടിലൻ ഐറ്റമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ റെസിപ്പി ചെയ്തെടുക്കാം. ചായ തിളയ്ക്കുന്ന ടൈം മാത്രം മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണണം. വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. വളരെ സിമ്പിളും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ എടുത്തത് മട്ട അവിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ള അവിലും എടുക്കാം. അപ്പോൾ ഈ അവിൽ നന്നായിട്ടൊന്ന് കുതിർന്ന് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇത് 2 പ്രാവശ്യം ഒന്ന് കഴുകി അതിൽ വെള്ളമൊക്കെ ഒന്ന് വാർത്ത് വയ്ക്കാം. അപ്പോഴേക്കും ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടുന്നതായതുകൊണ്ട് ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് വയ്ക്കേണ്ടതില്ല. പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും. ഇത് കുതിർന്ന് വരുന്ന ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലേക്കായി മീഡിയം സൈസ് സവാള വേണം. 1 പച്ചമുളകാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് നല്ല എരിവുണ്ട്, അതിന് വേണ്ടിയിട്ട് ഞാൻ 1 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ കൂടുതൽ ചേർക്കാം. അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതെല്ലാം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലപോലെ ചതച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ഉണ്ടെങ്കിൽ 1/2 സ്പൂൺ ചേർക്കാവുന്നതാണ്. ഇപ്പോഴിതാ സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പൊടിയായിട്ടാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഇപ്പോൾ ഇതാ ഞാൻ നല്ല ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തത്. ഇതേ രീതിയിൽ നമ്മൾ സവാള ചേർക്കാം. അടുത്തതായി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 1 പച്ചമുളകാണ് ചേർത്തത്. അതിനുശേഷം ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞത്, അതായത് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് മുട്ടയാണ്. 2 മുട്ട ഇതിലേക്ക് ചേർക്കാം. 1 കപ്പ് അവിലിന് 2 മുട്ട കറക്റ്റായിരിക്കും. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്പൂൺ കൊണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കൈകൊണ്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന ടൈമിൽ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് അവിൽ കഴുകി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാനിതിപ്പോഴാണ് ചേർക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ കുറച്ചെടുത്ത് ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ ബോൾസുകളാക്കി എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് റെഡി ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ ഇവിടെ ഉരുളകളാക്കി എടുത്തതിന് ശേഷം കൈപ്പത്തിയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമ്മുടെ വടയുടെ ഷേപ്പിലാണ് ഇത് കിട്ടുന്നത്. ഇതും വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ അവിലിൻ്റെ മിക്സ് മുഴുവൻ തന്നെ ചെറിയ ഉരുളകളാക്കിയാണ് എടുക്കുന്നത്. അതിനുശേഷമാണ് ഞാനിത് വടയുടെ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ വടയുടെ ഷേപ്പിൽ എടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഞാൻ എല്ലാം അവിലിൻ്റെ മിക്സും ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വടയുടെ ഷേപ്പിലേക്ക് മാറ്റാം. അപ്പോൾ അതാ കൈപ്പത്തിയിലേക്ക് വച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതാ വടയുടെ ഷേപ്പിലായി കഴിഞ്ഞു. ഇത് പൊട്ടിപ്പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അല്പം കയ്യിൽ വെള്ളം നനച്ചതിന് ശേഷം ഈ ഉരുള എടുത്ത് കൈപ്പത്തിയിൽ വെച്ച് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ ഇത് പൊട്ടിപ്പോകില്ല. ഈ രീതിയിൽ ഞാൻ വളരെ എളുപ്പത്തിൽ തന്നെ ഉരുളകളെല്ലാം തന്നെ വടയുടെ ഷേപ്പിലേക്ക് മാറ്റിയെടുത്തു. 1 കപ്പ് അവിലും മുട്ടയും മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്ത് ഒരു 20 വട തയ്യാറാക്കാനുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി സ്റ്റവിലേക്ക് ഒരു കടായി വയ്ക്കാം. കടായി നന്നായി ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. അപ്പോൾ ദാ എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മളിതിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിരിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. നന്നായിട്ട് ചൂടായ എണ്ണയിലേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. ഇട്ട് കൊടുത്തതിന് ശേഷം ഉടൻ തന്നെ ചട്ടുകം വെച്ചിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കരുത്. 1 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് മറിച്ചിട്ട് കൊടുക്കാവൂ. അതുപോലെ തന്നെ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് പെട്ടെന്നൊന്നും കരിഞ്ഞു പോകില്ല. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നത് വരെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഇതാ നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടി ഇതേ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്.
ഇത് ഓരോന്നായി എണ്ണയിലിട്ട് 1 മിനിറ്റിന് ശേഷം തവി കൊണ്ട് മറിച്ചിട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അവിലും മുട്ടയും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി തയ്യാറാക്കുന്നത്. അപ്പോൾ എപ്പോഴും വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഈവനിങ് സ്നാക്സ് റെസിപ്പി ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴിതാ അവിൽ വെച്ചിട്ടുള്ള വട റെഡിയാക്കിയിട്ടുണ്ട്. ഇതേ രീതിയിൽ നല്ല ഗോൾഡൻ കളർ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് നമുക്കിത് കോരി മാറ്റാം. വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ അടിപൊളിയാണ്. അതുപോലെ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്കിത് പെട്ടെന്ന് റെഡി ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സാണിത്. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്സ് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ ഒരു വട കിട്ടിയിട്ടുള്ളതെന്ന്. ഈ വട ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല. ഞാനിത് മുറിച്ച് കാണിക്കാം എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെന്ന്. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഈ വട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഈ ഒരു സിമ്പിളായിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും കൂട്ടുകാരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി.